നമുക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുത്താലോ, അതും കുക്കറിൽ. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് കുറച്ച് ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, 3-4 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സാക്കി കൊടുക്കാം. വേവിക്കണതിന് മുന്നേ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 1 വിസിലാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. 1-2 ആയാലും കുഴപ്പമൊന്നുമില്ല. 1 വിസിലിന് കറക്റ്റ് വേവാണ് കേട്ടോ സവാള. വേവിച്ചെടുത്ത സവാളയിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടിയും ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടിയും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. 1 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഗ്രേവി ഇത്ര ആവശ്യമില്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. കുറച്ച് ചിക്കൻ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു റെസിപ്പി അല്ലേ. ഒന്നുണ്ടാക്കി നോക്കുന്നേ, അടിപൊളിയാണ്. ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.